ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണെങ്കിൽ ഏട്ടൻ്റെ തറവാട് ക്ഷേത്രത്തിൽ തിറയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിറ മഹോത്സവം കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വന്നേ. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് വരവ് വരുന്നതൊന്നും കാണാൻ പറ്റിയില്ല. വരവ് വന്നതിന് ശേഷമുള്ള പൂജകളാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സംഭാരം കുടിക്കാൻ പോയേ. സംഭാരമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് റിഫ്രഷായി. പിന്നെ ഇതാണ് കേട്ടോ കുലവൻ ദൈവം. കുലവൻ എന്നുള്ള പേര് ലോപിച്ച് കൊലോൻ എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുന്നത്. കൊലോൻ ശിവൻ്റെ ഒരു അംശമാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മേലേക്ക് തന്നെ വന്നിട്ട് ബാക്കി പൂജകൾ കാണാൻ നിന്നേ. ഈ അമ്പലം എന്ന് പറയുന്നത് നിത്യപൂജ ഇല്ലാത്തതാണ് കേട്ടോ. അതായത് എല്ലാ മാസവും 1-ാം തീയതി നട തുറക്കാറുണ്ട്. അതേപോലെ മണ്ഡലകാലം ഉണ്ടല്ലോ, മണ്ഡലകാലങ്ങളിൽ 41 ദിവസവും ഇവിടെ നട തുറക്കാറുണ്ട്. അതിനുശേഷം പ്രാധാന്യമുള്ളത് ഈ തിറമഹോത്സവമാണ്. തിറയുടെ എന്നാണ് ഈ ഭണ്ഡാരം എടുത്ത് പുറമേക്ക് വയ്ക്കുക. ഭണ്ഡാരത്തിൽ എല്ലാവരും പൈസ ഇട്ട് പ്രാർത്ഥിക്കും. അതേപോലെ ഭണ്ഡാരത്തിന് മേലെ ഇങ്ങനെ കൈയിൻ്റെയും കാലിൻ്റെയും ആൾരൂപമൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അതൊക്കെ നമുക്ക് എടുത്തു വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അന്നദാനം കഴിച്ചേ. അന്നദാനമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചു വന്നപ്പോഴത്തേക്കും വെള്ളാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. അവരെല്ലാവരെയും ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുമക്കളെയൊക്കെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അടുത്ത രീതിയിലുള്ള വെള്ളാട്ടുകളൊക്കെ തുടങ്ങി കേട്ടോ. ഇങ്ങനെ ഓരോന്നും മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഇതിന് പിന്നിലുള്ള ഐതിഹ്യമോ അല്ലെങ്കിൽ ആചാരങ്ങളോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ അമ്പലത്തിലെ തിറ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് കുറേ നേരം നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒരു 5:30 ആയപ്പോഴേക്കും വീണ്ടും അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. ആ സമയത്തും അവിടെ വെള്ളാട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇത് നായർ വെള്ളാട്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അതിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഈ അഗ്നി കത്തിച്ചിട്ടേക്കുന്നത് പുലർച്ചെ നടത്താനുള്ള അഗ്നിക്കാവടിക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞങ്ങൾ പോയിട്ട് ചുക്കാപ്പിയും കടല പുഴുങ്ങിയതും കഴിച്ചു കേട്ടോ. എന്നിട്ട് കൊലോൻ്റെ അടുത്തേക്ക് വന്ന് നിന്നേ. അതായത് വേറൊരു അമ്പലത്തിൽ നിന്ന് ഈ കൊലോൻ്റെ അടുത്തേക്കാണ് കേട്ടോ കലശം കെട്ട് വരിക. അങ്ങനെ ആദ്യം ചെണ്ടൻകൊട്ടും വെളിച്ചപ്പാടുകളൊക്കെ വന്നു. അതിനുശേഷം തിറയും വന്നു. എന്നിട്ടാണ് കേട്ടോ കലശം കെട്ട് വരിക. പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ ദേവീനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നേ. അതിനുശേഷം ആകാശദീപ കാഴ്ചകളായിരുന്നു കേട്ടോ കുറേ നേരം. എന്നിട്ട് ഭജന ഉണ്ടായിരുന്നേ. അതിനുശേഷം പിന്നീട് രാത്രി 1 മണിയായപ്പോൾ അഗ്നിക്കാവടി തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അഗ്നിക്കാവടി ഉണ്ടെന്ന്. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള അഗ്നിപൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഗ്നിപൂജയ്ക്ക് ശേഷമാണ് കേട്ടോ കനലാട്ടം നടക്കാൻ പോകുന്നത്.
ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അടങ്ങിയ ഒരു തിറമഹോത്സവമായിരുന്നു കേട്ടോ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ഇതൊക്കെ എനിക്ക് കാണാനും നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ടേ. എന്നാൽ ശരി, ബായ്.